ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ബി എസ് സി ഓണേഴ്സിൻ്റെ AC2 ഹിന്ദിയിലെ ഫസ്റ്റ് ചാപ്റ്ററായ സംവിധാൻ എപ്പിസോഡ് 4 മൗലിക് അധികാർ और കർത്തവ്യ എന്ന ഭാഗമാണ് നോക്കുന്നത്. പേജ് നമ്പർ 12 അത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മൗലിക് അധികാർ और കർത്തവ്യ എന്നുള്ള ഹെഡിങ്ങിന് ശേഷം സെയിം പേജിൽ നമുക്കൊരു താഴെ തന്നെയായിട്ടൊരു ബോക്സ് കാണാൻ പറ്റുന്നുണ്ട്. ആ ബോക്സിൽ ഒരു QR കോഡൊക്കെ ഉണ്ട്. അത് സംവിധാൻ ഭാഗ് 4 എന്നുള്ള എപ്പിസോഡിൻ്റെ ഒരു QR കോഡാണ്. അതിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിലേക്ക് ഒരു വീഡിയോ സംവിധാൻ ഭാഗ് 4ൻ്റെ വീഡിയോ നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ കയറി കാണുക. പിന്നീട് നമുക്ക് ഭാരത് കാ സംവിധാൻ എന്നുള്ള ഭാഗം നോക്കാം. അതായത് ഭാരത് കാ സംവിധാൻ, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. എന്താണ് ഭാരത് കാ സംവിധാൻ എന്നുള്ളതിൻ്റെ ഒരു ഷോർട്ടായിട്ടുള്ളൊരു നോട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. നമുക്ക് ഭാരത് കാ സർവോच्च विधान है जो संविधान सभा द्वारा 26 नवंबर 1949 को पारित हुआ तथा 26 जनवरी 1950 से പ്രഭാവി ഹുവ. അതായത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയുന്നതെന്ന് വെച്ചാൽ ഭാരത് കാ സർവോच्च വിധാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതത്തിൻ്റെ പരമോന്നത നിയമമാണ് ഭാരത് കാ സംവിധാൻ, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് എന്നാണ് തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ളത്. അത് 26 നവംബർ 1949 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി പാസ്സാവുന്നത്. പിന്നീട് 26 ജനുവരി 1950 അത് പ്രാബല്യത്തിൽ വരികയും ചെയ്യുന്നു. ഈ ഡേറ്റിൻ്റെ പ്രകാരം 26 നവംബർ ഭാരത് കെ സംവിധാൻ ദിവസ് കെ രൂപമേ ഘോഷിത് കിയാ ഗയാ. അതായത് 26 നവംബറിലാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി പാസ്സായത് എന്ന് പറഞ്ഞു. അപ്പോൾ ആ പാസ്സായ ദിവസം 26 നവംബർ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്തു. പിന്നീട് 26 जनवरी का दिन भारत में गणतंत्र दिवस के रूप में मनाया जाता है. അതായത് ഇതേ 26 ജനുവരിയിൽ ഇത് പ്രാബല്യത്തിൽ വന്നപ്പോൾ ആ 26 ജനുവരിന് നമ്മൾ ഭാരതത്തിൻ്റെ ഗണതന്ത്ര ദിവസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പബ്ലിക് ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നു. പിന്നീട് ഭാരത് കെ സംവിധാൻ കാ മൂൽ ആധാർ ഭാരത് സർക്കാർ അധിനിയം 1935 കോ മാനാ ജാത്താ ഹെ. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സംവിധാനൻ്റെ മൂലാധാരം, അതായത് ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താ, നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണെന്നാണ് ഇവിടെ പറയുന്നത്. ഭാരത് കാ സംവിധാൻ വിശ്വ കെ किसी भी गणतांत्रिक देश का सबसे लंबा लिखित संविधान है. അതായെന്ന് വെച്ചാൽ നമ്മുടെ ഭാരതത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ലോകത്തിൽ വെച്ചിട്ട് തന്നെ റിപ്പബ്ലിക് രാജ്യങ്ങളിൽ ഏറ്റവും വലിയ ലിഖിത് സംവിധാനം, അതായത് ഏറ്റവും വലിയ എഴുതപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടേതാണ്, അതായത് ഭാരതത്തിൻ്റെതാണെന്നാണ് ഇവിടെ പറഞ്ഞത്. പിന്നീടുള്ള പാരയിൽ പറയുന്നത് भारतीय संविधान सभा के लिए जुलाई 1946 में निर्वाचित हुए थे. അപ്പോൾ ഭാരതീയ സംവിധാൻ സഭ കെ ലിയെ ജൂലൈ 1946, അതായത് എലക്ഷൻ നടന്നതാണ് പറയുന്നത്. ഭാരതീയ സംവിധാൻ സഭയ്ക്ക് വേണ്ടിയിട്ടുള്ള എലക്ഷൻ നടന്നത് 1946 ജൂലൈ 1946. അങ്ങനെ സംവിധാൻ സഭ കി പെഹ്ലി ബൈഠക് ദിവസ് 1946 को हुई थी. അതായത് ഇലക്ഷന് ശേഷം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഇലക്റ്റഡ് മെമ്പേഴ്സിനെ കൂട്ടിയിട്ടുള്ള ആദ്യത്തെ മീറ്റിംഗ് ഡിസംബർ 1946 നടന്നത്. इसके तत्काल बाद देश दो भागों भारत और पाकिस्तान में बांट गया था. അതായത് അതിനുശേഷം നമ്മുടെ പാർട്ടീഷൻ നടന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യ പാക് വിഭജനം നടന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതിന് തൊട്ട് ശേഷമാണ് എന്ത് നടന്നത്, നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ എന്നുള്ള രീതിയിൽ പാർട്ടീഷൻ ഉണ്ടായത്. അപ്പോൾ നമ്മുടെ രാജ്യം പാർട്ടായതുപോലെ തന്നെ സംവിധാൻ സഭ ബി ദോ ഹിസ്സോമേ ബാൺ ഗയി. അപ്പോൾ രാജ്യം പാർട്ടായതുപോലെ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയും എന്തായി, 2 പാർട്ടായി മാറി. അങ്ങനെ ഭാരത് കെ സംവിധാൻ സഭ और പാകിസ്ഥാൻ കെ സംവിധാൻ സഭ എന്നുള്ള രീതിയിൽ 2 ഭാഗങ്ങളായിട്ട് മാറി. പിന്നീടുള്ള ലാസ്റ്റ് പാരയിൽ പറയുന്നത് ഭാരതീയ സംവിധാൻ ലിഖ്നെ വാലി സഭാമേ 299 സദസ്യ थे जिसके अध्यक्ष ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് थे. അതായത് നമ്മുടെ ഭാരതീയ സംവിധാനിൽ എഴുതുന്ന ഫോം ചെയ്യുന്ന സമയത്ത്, ഇത് എഴുതിയ സമയത്തുള്ള സഭയിലെ 299 മെമ്പേഴ്സ്, അതായത് 299 മെമ്പേഴ്സാണ് ആ സഭയിൽ ഉണ്ടായിരുന്നത്. എഴുതുന്ന ടൈമിൽ അതിൻ്റെ അധ്യക്ഷനായിട്ടുണ്ടായിരുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സാറാണ്.
പിന്നീട് संविधान सभा ने 26 नवंबर 1949 में अपना काम पूरा कर लिया और 26 जनवरी 1950 को यह संविधान लागू हुआ. അപ്പോൾ ഇവിടെ പറയുന്നത് സംവിധാൻ സഭ 26 നവംബർ 1949 അവരുടെ വർക്കൊക്കെ കംപ്ലീറ്റ് ആക്കി. അതിനുശേഷം 26 ജനുവരി 1950 ഇത് നിലവിൽ വന്നത്. അതായത് സംവിധാൻ ലാഗു ഹുവ എന്ന് പറഞ്ഞാൽ ഇത് നിലവിൽ വന്നത്. അതൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇസി ദിൻ കി യാദ് മേ, ആ ദിവസത്തിൻ്റെ ഓർമ്മയിലാണ് ഭാരത് മേ ഹർ വർഷ, എല്ലാ ഇയറും 26 ജനുവരിക്കും ഗണതന്ത്ര ദിവസ് കെ രൂപ മേ മനാത്തെ ഹെ. അതായത് നമ്മുടെ ഈ ദിവസത്തിൻ്റെ ഓർമ്മയിൽ എല്ലാ വർഷവും 26 ജനുവരി गणतंत्र दिवसाയിട്ട്, അതായത് റിപ്പബ്ലിക് ഡേ ആയിട്ട് ഇന്നും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഭാരതീയ സംവിധാൻ को पूर्ण रूप में तैयार करने में 2 वर्ष 12 माह 18 दिन का സമയ ലഗാത. അതായത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കംപ്ലീറ്റ് ആയിട്ട് തയ്യാറാക്കുന്നതിൽ 2 വർഷവും 11 മന്ത്സും 18 ഡേയ്സും എടുത്തിട്ടുണ്ട്. भारतीय संविधान में वर्तमान समय में भी केवल 470, അതായത് 417 अनुच्छेद तथा 12 अनुसूचियां हैं और ये 25 ഭാഗോं में विभाजित है. അതായത് ഇപ്പോൾ നമ്മുടെ അറ്റ് പ്രസൻറ്റ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കേവലം 417 അനുച്ഛേദ്, അതായത് 417 ആർട്ടിക്കിൾസും 12 സ്കെഡ്യൂൾസും 25 പാർട്ടുമാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളത്. ഇപ്പോഴത്തെ അവസ്ഥയാണ് ഇപ്പോൾ പറഞ്ഞത്. പരന്തു ഇസ്കി നിർമ്മാൺ കെ സമയം, അതായത് ഇതിൻ്റെ മേക്കിംഗ് ടൈമിൽ, ഇത് ഉണ്ടാക്കുന്ന സമയത്ത് മൂൽ സംവിധാൻ മേ 395, അതായത് 395 അനുച്ഛേദ് ഥേ. ഇത് ഉണ്ടാക്കുന്ന സമയത്ത് 395 ആർട്ടിക്കിൾസ് ആണ്. ജോ 22 ഭാഗോं में, അതായത് ഇത് 22 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ 395 അനുച്ഛേദ ആർട്ടിക്കിൾസ് ആണ് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നത്. അതിന് 22 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇസ്മേ കേവൽ 8 അനുസൂചിയാം ഹെ, അതിൽ കേവലം 8 സ്കെഡ്യൂൾസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് ഇവിടെ പറഞ്ഞത്. താങ്ക് യു.